ഹായ് ഹലോ. മധുരക്കിഴങ്ങ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലേ. പ്രത്യേകിച്ച് നാട്ടിൽ നമ്മുടെ കർഷകന്മാരൊക്കെ ആ, ആ ഒരു ജോലി ചെയ്യുന്നവരൊക്കെ മധുരക്കിഴങ്ങ്, കാച്ചിൽ, കപ്പ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് നമ്മൾ കഴിക്കാത്തവരായിട്ട് മലയാളികളാരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. പക്ഷെ മധുരക്കിഴങ്ങ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നാട്ടിൽ കിട്ടുന്നതിലും വെറൈറ്റി ആയിട്ടുള്ളൊരു മധുരക്കിഴങ്ങാണ് നമുക്കിവിടെ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടാം. ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് മധുരക്കിഴങ്ങ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പോയതാണ്. പക്ഷെ അവിടെ പോയപ്പോൾ കിട്ടിയില്ല. അവിടെ പോയപ്പോൾ കിട്ടിയത് ഈ ഒരു ഓറഞ്ച് കളറിൻ്റെ മധുരക്കിഴങ്ങാണ്. നമ്മുടെ സാധാരണ നാട്ടിലുള്ള മധുരക്കിഴങ്ങ് എന്ന് വെച്ചാൽ പുറം ഭാഗം ഒരു പീച്ച് കളറും അതുപോലെ അകത്ത് വെന്ത് കഴിയുമ്പോൾ ഒരു മഞ്ഞ കളറുമായിട്ടാണ് ഉണ്ടാകുക. നല്ല ടേസ്റ്റാണ്, വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് ആ ഒരു മധുരം, ആ ഒരു ടേസ്റ്റ് ആലോചിച്ചിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പോയി വാങ്ങിയതാണ്. പക്ഷേ ഇവിടെ അത് കിട്ടിയില്ല. കിട്ടിയപ്പോൾ അത് ഓറഞ്ച് കളറാണ്. ഈ ഒരു മധുരക്കിഴങ്ങിൻ്റെ പുറം ഭാഗവും വെന്ത് കഴിയുമ്പോൾ അകത്തുള്ള ഒരു ഇതും ഓറഞ്ച് കളറായിട്ടാണ് വരിക. പക്ഷെ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. ഈ കാണും പോലെ തന്നെ നമ്മൾ വേവിച്ച് കഴിക്കുമ്പം ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ പൊടിച്ചമ്മന്തിയോ അല്ലെങ്കിൽ മുളക് പൊടിച്ചതോ തേങ്ങാ ചമ്മന്തിയോ എന്തും കഴിക്കാം. നാട്ടിലിപ്പോൾ നമുക്ക് നാട്ടിലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. പക്ഷെ മധുരക്കിഴങ്ങ് ഞാൻ അധികം അങ്ങനെ കാണാറില്ല. പക്ഷെ കാച്ചിലും ചേമ്പും അതുപോലെ കപ്പയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ മധുരക്കിഴങ്ങ് കിട്ടിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. ആ ഒരു ഇഷ്ടം കൊണ്ടൊന്ന് പോയി വാങ്ങി നോക്കിയതാട്ടോ. പക്ഷെ എന്തായാലും അത് ഒരു മോശമായില്ല. ടേസ്റ്റ് ഉണ്ട്. എന്നാൽ മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ മധുരമാണ് ഇതിന് കൂടുതൽ. അപ്പോൾ എനിക്കിഷ്ടമായി. ഒന്ന് വാങ്ങി ട്രൈ ചെയ്തോളൂ കേട്ടോ, നന്നായിരിക്കും.